ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റൈസ് ടോണറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഇതാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റും. പിന്നെ അത് തന്നെയല്ല, ആൻറ്റി ഏജിങ്ങും കൂടിയാണത്. അപ്പോൾ നമുക്ക് ദിവസവും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇപ്പോൾ പുറത്ത് വാങ്ങിക്കാനും കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. നമുക്ക് വളരെ സാധാരണക്കാർക്കും ഒക്കെ അത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇതാണ്. പിന്നെ ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് എപ്പോഴും പഴകിയതാണ് നല്ലത്. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നാളെ അതായത് ഇന്നിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്ന് തന്നെ നമ്മളത് യൂസ് ചെയ്യരുത്. എന്നാലുള്ള അതിന് കൂടുതൽ ഗുണം കിട്ടുള്ളൂ. പിന്നെ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കുക. പിന്നെ അതൊക്കെ നമ്മൾ നാളത്തെ യൂസ് കഴിഞ്ഞിട്ട് അത് കളയണം. പിന്നെ അടുത്ത ദിവസം വേറെ ഉണ്ടാക്കുക. അങ്ങനെ വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. എന്നാലേ നമുക്കതിനുള്ള ഗുണം കിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ട് നിങ്ങളിത് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക്. അതായത് ഒരു 7 ദിവസം നിങ്ങൾ അടുപ്പിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ഫേസിലെ പിന്നെ നിറം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സാധാരണയിലും ഒരു കൂടുതൽ നമുക്കൊരു ഗ്ലോ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതായത് നിങ്ങൾ ഡെയിലി ഇപ്പോൾ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ നല്ല മാറ്റമാണ്. നമ്മുടെ റിങ്കിൾസൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. കുരുവിൻ്റെ ഇതൊക്കെ കുരുവൊക്കെ വന്ന പാടുകളും എല്ലാം മാറാനായിട്ട്. അപ്പോൾ ഈ വക സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കണം. അതായത് നമ്മുടെ പാക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള ടോണറും കൂടിയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈസ് ടോണറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പം ഈ റൈസ് ടോണർ നമ്മൾ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ നമ്മളിത് കുതിർത്തി വെക്കും. അപ്പം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കും. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മളത് യൂസ് ചെയ്യണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാൻ പച്ചരിയൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഉണ്ടോ. എന്നുവെച്ച് നമുക്കിത് മൂടി വെക്കണം. ഒരു ഓവർനൈറ്റ് ഇത് നമ്മൾക്ക് വെച്ചേക്കണം. അപ്പം അതായത് നിങ്ങൾ കിടക്കാൻ നേരമാകുമ്പോഴേക്കും 2 സ്പൂൺ പച്ചരി ഇടുക, ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പം നമുക്ക് പിറ്റേ ദിവസം ഇതിൻ്റെ വെള്ളം മാത്രം നമുക്കിത് ഊറ്റിയെടുക്കണം. അപ്പം ഞാനിന്ന് നേരത്തെ തന്നെ നമ്മുടെ റൈസ് ടോണർ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരാഴ്ചയായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു മാറ്റമുണ്ട് മുഖത്ത്. അപ്പം ഞാനൊരു 3 ദിവസത്തേക്കൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെ വേറെ ഉണ്ടാക്കി വെച്ചു. അപ്പം ഇതാണ് നമ്മുടെ റൈസ് ടോണർ. അപ്പോൾ നമ്മുടെ മുഖത്തിന് ഇത് ഭയങ്കര നല്ല ഒരിതാണ് തരുന്നത്. നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ തരും. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ. ഇന്ന് നമ്മളൊരു ടോണറിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അതായത് ഒരു റൈസ് ടോണറിനെ കുറിച്ചാണ്. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കധികം വൈകിക്കാണ്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ഒരു റൈസ് ടോണറാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 സ്പൂൺ പച്ചരി എടുക്കുക. അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇട്ട് വെച്ചിട്ട് വൈകിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കഴിയുന്നത് തലേ ദിവസം നമുക്ക് ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. എന്നുവെച്ച് നമ്മൾ ആ വെള്ളം ഊറ്റിയെടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ഇപ്പോൾ മുഖത്ത് നമ്മൾ ഓരോരോ പാക്ക് ഇടും, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യത്തില്ലേ. അപ്പോൾ നമുക്ക്
നമ്മുടെ അത് ആഴ്ന്നിറങ്ങി നമ്മുടെ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ പല ഇതും ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ പാല് കൊണ്ട് ക്ലെൻസ് ചെയ്യും അല്ലേ. അപ്പോൾ ക്ലെൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഇതൊക്കെ ഓപ്പൺ ആവും. അപ്പം ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയണ അത് പിന്നെ തുറന്നു തന്നെ ഇരുന്നാൽ നമുക്ക് കൂടുതൽ അഴുക്കൊക്കെ കയറി കൂടുതൽ ഇതാവും. അപ്പം നമുക്ക് അത് അടക്കാൻ വേണ്ടി ഇതുപോലെ ടോണറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല തരം ടോണർ നമുക്കിന്ന് അവൈലബിൾ ആണ്. അതായത് ഓൺലൈനിലൊക്കെ നമ്മുടെ റൈസ് ടോണർ എന്ന് കിട്ടും. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ നമുക്കിതിപ്പോൾ മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അവരിലേക്കും കൂടി ഇത് അറിയിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. 2 സ്പൂൺ പച്ചരി കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിലാക്കുക, എന്നിട്ട് മുഖത്ത് നല്ലതായിട്ട് മുഴുവൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുടച്ചൊന്നും കളയണ്ട. അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. സ്കിൻ നമ്മുടെ ബ്രൈറ്റൻ ആവാനും ഒക്കെ നല്ല ഇതാണിത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കൊണ്ട് നമ്മൾ ക്ലെൻസ് ചെയ്ത്, എന്തെങ്കിലും കൊണ്ട് മീൻസ് പറയാം, നമ്മളിപ്പം ക്ലെൻസർ ഉപയോഗിക്കുന്നവരുണ്ടാവും. പിന്നെ പച്ച നമ്മുടെ റോ മിൽക്കില്ലേ, പച്ച പാലെടുക്കുക. ഇപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മുടെ പച്ചപ്പാലാണ്. രാവിലെ കാച്ചുന്നതിന് മുമ്പ് ഒരു 2 സ്പൂൺ ഒക്കെ എടുത്ത് മാറ്റി വെക്കുക. എന്ന് വെച്ച് നമ്മൾ ദിവസവും ക്ലെൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. പാൽ കൊണ്ട് ക്ലെൻസ് ചെയ്യണതുകൊണ്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഒക്കെ. അപ്പം എത്ര നമ്മൾ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്താലും നമുക്ക് എന്താ പറയുക, നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് കണ്ട, ഇതിലൊക്കെ നമുക്ക് നമ്മുടെ അഴുക്കൊക്കെ പറ്റി പിടിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ക്ലെൻസ് ചെയ്ത് കൊടുത്തിരിക്കണം നമ്മൾ. ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ടോണർ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ട, ഇതുപോലെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്പ്രേ ബോട്ടിലൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടോണർ ഉണ്ടാക്കി വെച്ചിട്ട് മുഖത്തിങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടോ, ഇത് സ്കിൻ നല്ല സൂപ്പറാവും നിങ്ങളുടെ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. റൈസ് വാട്ടർ എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനല്ല. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ള കാര്യമല്ലേ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ. 2 സ്പൂൺ പച്ചരി കഴുകി വേണം കേട്ടോ ഇടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആക്കി വെക്കുക. എന്നിട്ടൊന്ന്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനൊന്നും സമയമില്ല എന്ന് വിചാരിച്ചു വെറുതെ ഇതിങ്ങനെ ആക്കി വെച്ചാലും മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പോസൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടോണർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് സ്പ്രേ ബോട്ടിലുകൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ തുടച്ചൊന്നും കളയണ്ട, തന്നെ ഇത് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ ഈ 2 നേരമൊക്കെ നമുക്ക് ടോണറൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരാഴ്ച ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റൈസ് ടോണറിൻ്റെ ഗുണം. ഇപ്പം ഇതിപ്പോൾ ഓൺലൈനൊന്നും മേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളല്ലേ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം എടുത്ത് നന്നായിട്ട് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചുമ്മാ ഫേസ് പാക്ക് മാത്രം ഇട്ടാൽ പോരും. നമ്മളിപ്പോൾ എന്തൊക്കെ ഫേസ് പാക്കാണ് നമ്മൾ ഇടാറില്ലേ, അരിപ്പൊടി കൊണ്ടും അതുമൊക്കെ ഓരോന്ന് ചെയ്യും. പക്ഷേ ഇങ്ങനൊരു കാര്യം എന്തായാലും നമ്മളിത് ചെയ്ത് കൊടുത്തിരിക്കണം. നമ്മുടെ പിന്നെ ഡേർട്ടൊക്കെ കളയാൻ വേണ്ടി ക്ലെൻസ് ചെയ്യണം. എന്നിട്ട് ടോണറൊക്കെ നമ്മൾ
ഇങ്ങനത്തെ ടോണറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാക്കൊക്കെ നല്ല ഒന്നും കൂടി നല്ല ഇതിൽ നമുക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഈ റൈസ് ടോണർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.